കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ MLA-യുമായിരുന്ന ഷാജി അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, മതമാണ് പ്രശ്നം. പറഞ്ഞതിന് പിന്നാലെ അദ്ദേഹം മറ്റൊരു പ്രസംഗത്തിൽ പറയുകയാണ്, തങ്ങളുടെ മതത്തിന്റെ ആവശ്യമാണ് UDF അധികാരത്തിൽ വരേണ്ടതെന്ന്. അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് UDF തങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പണ്ട് നാം ഈ സ്വരമല്ല, കുറച്ചുകൂടി ഭീഷണിയുടെ സ്വരം 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. 5ാം മന്ത്രി പ്രശ്നത്തിനേക്കാൾ രൂക്ഷമായ ഒരു കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനായിരിക്കും മുസ്ലിം ലീഗിന്റെ ശ്രമം. അല്ല, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ കാലത്തും കോൺഗ്രസിനെ അവരുടെ പരിധിക്കാക്കാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് നടക്കാതിരുന്നൊരു കാലഘട്ടം കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ UDF അദ്ദേഹം നയിച്ചിരുന്ന സമയത്താണ് ഈ ലീഗിൻ്റെ വിലപേശൽ തന്ത്രം നടക്കാതെ പോയത്. കാരണം അദ്ദേഹം ഒരേ സമയം മുസ്ലിങ്ങളെ കൂടെ കൂട്ടിയെങ്കിലും അവരുടെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കരുണാകരൻ വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലാണ് ലീഗ് കോൺഗ്രസിനെ വരുതിയിലാക്കി തുടങ്ങിയത്. കാരണം ഈ പറഞ്ഞ ദുർബലനായ ഒരു മുഖ്യമന്ത്രി എപ്പോഴാണോ ഒരു സ്ഥാനത്ത് വരുന്നത്, അപ്പോൾ ഘടകകക്ഷികൾ എന്ത് ചെയ്യും? കൂടുതൽ പവർഫുൾ ആവും. അവർ കൂടുതൽ സമ്മർദ്ദം മുന്നണിക്ക് മേലെ ചെലുത്തും. അപ്പോൾ ഒരു പരിധിവരെ അത് വഴങ്ങേണ്ട ഒരു സർക്കാർ നിലനിർത്തണമെങ്കിൽ അത് വഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നത്. ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയെ പോലെ, അല്ലെങ്കിൽ നേരത്തെ കരുണാകരനെ പോലെ ഈ ഒരു മുഖ്യമന്ത്രിയെ ഇപ്പം കോൺഗ്രസ്സിന് പറയാനില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവിടെ തർക്കങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നു VD സതീശന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കാര്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, സ്വാഭാവികമായി അദ്ദേഹം എന്താണ് ഈ മുഖ്യമന്ത്രി ആവണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അതല്ല, ചെന്നിത്തല വേണമെന്ന് പറയുന്നുണ്ട്, KC വേണുഗോപാൽ വേണമെന്ന് പറയുന്നത്, അങ്ങനെ പല അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ആരാണ് ഈ സ്ഥാനത്ത് വരുന്നത്. ആരായാലും ഈ പറഞ്ഞ പേരുകളിൽ ആരായാലും ഇവരെല്ലാം ഉമ്മൻചാണ്ടിയേക്കാളേറെ ദുർബലനാണ്. ഉദാഹരണം പറഞ്ഞാൽ VD സതീശൻ കോൺഗ്രസ്സുകാരെക്കാളേറെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെയാണ്. അവർ പറയുന്നത് കേട്ടിട്ട് പിന്നെ കോൺഗ്രസ് പാർട്ടി പറയുന്നത് അദ്ദേഹം ചെയ്യുള്ളൂ. അതുകൂടാതെ SDPI പറയുന്നത് കേൾക്കും. അവരുടെ ഡിമാൻഡുകൾ അദ്ദേഹം അംഗീകരിച്ചുള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവരുടെ സീറ്റ് ചർച്ചകൾ നടക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിലവിലുള്ള ചില സീറ്റുകൾ ലീഗും കോൺഗ്രസും ഒക്കെ വച്ച് മാറും. ചില ഡിമാൻഡുകൾ പുതുതായിട്ട് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കർക്കശമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് അവസാനം ഇതൊക്കെ അവർ വഴിപ്പെടും. എങ്ങനെയാണോ സീറ്റുകൾക്ക് അവർ വഴിപ്പെടുന്നത്, അതുപോലെ ഈ പറഞ്ഞ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരുപക്ഷെ അവർ വഴിപ്പെട്ടേക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഒരു മതരാഷ്ട്രീയത്തിലേക്ക് കേരളം ചുരുങ്ങുന്നു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഡിമാൻഡ് മുന്നണി ഉന്നയിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും ഒരു ആവശ്യം അവരിപ്പോഴേ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു തർക്കത്തിൽ നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഒരു ധാരണ, അതായത് പേപ്പറിലല്ലാതെ ഒരു വാക്കാലൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കാം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അവരിങ്ങനെയുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി അവർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വേണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ ആഭ്യന്തര വകുപ്പും ചോദിച്ചേക്കും. കാരണം 1ാം സ്ഥാനം കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഡെപ്യൂട്ടി CM ആണല്ലോ. അപ്പോൾ ഡെപ്യൂട്ടി CM എന്ത് കൊടുക്കേണ്ടി വരും? പോർട്ട്ഫോളിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തരം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ലക്ഷ്യമാക്കി വയ്ക്കുന്നത്. അങ്ങനെ അവർക്ക് ആഭ്യന്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ SDPI കാരനായിട്ട് തീവ്രവാദികളെയും PFI തീവ്രവാദികളെയും മറ്റ് തീവ്രവാദികളെയൊക്കെ നന്നായിട്ടെന്താണ് രക്ഷിച്ചെടുക്കാൻ കഴിയും. അവർക്ക് വേണ്ട കേസുകൾ തേച്ച് മാറ്റാൻ കഴിയും. അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാനും അവർ കഴിയുമെന്നുള്ളതാണ്. ലീഗ് ഒരു മതരാഷ്ട്രത്തിലേക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഈ സംഘടനകൾക്കുമുണ്ടോ? ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം, ഈ SDPI ആയാലും വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും എല്ലാ സംഘടനകളും, ഈ രാജ്യവിരുദ്ധ സംഘടനകൾ മുഴുവൻ കോൺഗ്രസിന് പിന്നിൽ, മുസ്ലിം ലീഗിന് പിന്നിൽ അണിനിരക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ SDPIയുടെ ചില നേതാക്കളുടെ പ്രസ്താവന നമ്മൾ കണ്ടാണല്ലോ. എന്താണ് അവർ പറയുന്നത്? BJPയെ തോൽപ്പിക്കാൻ, BJP എവിടെയൊക്കെ മത്സരിക്കുന്നുവോ ആ BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഈ തന്ത്രപരമായി നമ്മൾ വോട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അതായത് അതിന് അനുകൂലമായി നിങ്ങൾ എന്ത് ചെയ്യണം, സഹകരിക്കണം. അതായത് ദളിതായിട്ടുള്ള ഹിന്ദുക്കളെ പോലും അവരെന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, BJP അകറ്റി നിർത്തുക എന്ന് പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് ജയിക്കാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ 25 സീറ്റ് മത്സരിച്ചെങ്കിലും 16 സീറ്റിൽ ജയിക്കാൻ കഴിയുള്ളൂ. ഇപ്രാവശ്യം അവർ ആഗ്രഹിക്കുന്നത് 25 സീറ്റുകളിൽ ജയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പ്രബല ശക്തിയായിട്ട് UDF നിൽക്കും. കോൺഗ്രസിന് നിലവിൽ അവർക്ക് 25 സീറ്റാണ് ഉള്ളത്. അവർ ഇപ്രാവശ്യം അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് കണ്ടറിയാം. ഒരു പക്ഷേ ഒരു നെക്കാണ് എങ്കിൽ രണ്ട് പാർട്ടികളുടെ സീറ്റ് വ്യത്യാസം ഒരു 5 or 6 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ലീഗ് പറയുന്നതെല്ലാം മൗനമായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു തർക്കമൊക്കെ ഒരു പക്ഷേ അവരുടെ ഒരു മര്യാദ അനുസരിച്ചിട്ട് മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ എന്ന് ചിലപ്പോൾ തീരുമാനിച്ചേക്കും. പക്ഷേ മറ്റു പല ഡിമാൻഡുകൾ, കീ പോർട്ട്ഫോളിയോസ് അടക്കമുള്ള കാര്യങ്ങൾ ലീഗ് നേടിക്കൊണ്ടു പോകും. അങ്ങനെ നേടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മതമാണ് വലുത് എന്ന് പറയുകയും മതമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ലീഗ് നേതാക്കൾ ഈ അധികാരങ്ങൾ ഈ പോർട്ട്ഫോളിയോ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, അവർ മതത്തിന് വേണ്ടിയായിരിക്കും ആദ്യം ചെയ്യുക. ഏതൊരു മുസ്ലിമും അവരെപ്പോഴും പറയുന്നതാണ്, എല്ലാ മുസ്ലിങ്ങളും എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ആദ്യം മതമാണ്, അത് കഴിഞ്ഞേ രാജ്യമുള്ളൂ എന്ന് പറയുന്നവരാണ്, അഭിമാനത്തോടെ അവർ പറയുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക, മതത്തിന് തന്നെയായിരിക്കും, തർക്കവും വേണ്ട. അവിടെ ഇവർ പൊക്കിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിവേചന രൂപത്തിലുള്ള ഭരണത്തിന് സാധ്യതയുണ്ടാകും. അതാണ് പൊതുസമൂഹം വളരെ ജാഗരൂകമായിട്ട് ഇത്തവണ വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഈ വെള്ളാപ്പള്ളി മാസങ്ങളായി പറയുന്ന കാര്യങ്ങളാണോ സംഭവിക്കുന്നത് കേരളത്തിൽ? അത് മാസങ്ങളായിട്ടല്ലല്ലോ, വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി ഇതാണല്ലോ. കാരണം ഈ മതസംഘടനകൾ, അതായത് തീവ്ര മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ അപായ സൂചനയാണ് കേരളം എന്ന് പറയുന്നത്. കാരണം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ അവർ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കുകയും രാഷ്ട്രീയക്കാരനെന്നുള്ള മുഖംമൂടി ഇട്ടുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ ഈ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനവും അവരെന്ത് ചെയ്യുന്നു, നടത്തുന്നു. അതിന് മറ ഉപയോഗിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. CPM അത്തരക്കാരൻ ഒഴിഞ്ഞു കയറിയിട്ടുണ്ട്, കോൺഗ്രസിൽ പിന്നെ CPM പാർട്ടിയിൽ അത്തരക്കാരൻ ഒഴിഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കണ്ടെത്തേണ്ട ആരുടെ ചുമതലയാണ്? പാർട്ടിയുടെ ചുമതലയാണ്. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഉത്തരവാദിത്തമില്ല, താല്പര്യം അവർക്കില്ലല്ലോ. അവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി പറ്റണം. 10 വർഷമായിട്ട് വെളിയിൽ നിൽക്കുകയാണ്. അധികാരത്തിൽ കയറി പറ്റി 10 പൈസ അവർക്കും പിടിക്കാൻ പറ്റുന്നത് പിടിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. പക്ഷേ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ലക്ഷ്യം ഈ പറഞ്ഞ പണം പിടുത്തമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം മതമാണ്. ആ മതത്തിന് വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ അധികാരത്തിൽ നിന്ന് ചെയ്യും. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയെന്നുള്ള കമ്മ്യൂണിസ്റ്റ് വരുന്നതിനേക്കാളേറെ അപകടകരമാണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഏതാണ്ട് ഈ 50-50 എത്തേണ്ട സാഹചര്യമായി കഴിഞ്ഞു. ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ ഏതാണ്ട് ഇപ്പോൾ 50% അടുത്തായി കഴിഞ്ഞു. അത് ഏത് സമയം എന്ത് ചെയ്യാം, ഈ ഹിന്ദു ജനസംഖ്യ ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭരണം കൂടിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ശരീഅത്ത് സ്വഭാവത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകും എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. ആ ഒരു തിരിച്ചറിവ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വോട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തീവ്ര സംഘടന നയിക്കുന്ന മുന്നണിയാണോ നിങ്ങളെ ഭരിക്കേണ്ടത്, അതോ രാജ്യസേവനവും ജനസേവനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത്. അതവരെങ്ങനെ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും ഈ പറഞ്ഞ ലീഗിൻ്റെ ഈ സ്വപ്നം കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.